ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കേപ്പിൻ്റെ കട്ടിംഗ് ആണ്. ഈ ഒരു ഗൗണിൻ്റെ കൂടെയുള്ള കേപ്പിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 1 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 1 മീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്ക് 5 പേർക്കായതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരു 4.5 മീറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേപ്പിനായിട്ട് ഞാനിപ്പോൾ 3/4 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ കേപ്പിന് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യോക്കിൽ നിന്നും കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 15 ഇഞ്ചാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ വശത്തുനിന്ന്, അതായത് നമ്മളിപ്പോൾ അംബ്രല സ്കേർട്ടൊക്കെ ചെയ്യുന്ന പോലെ മുകളിൽ നിന്ന് നമ്മൾ 15 ഇഞ്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു കേപ്പിന് നമ്മൾ ഫ്ലാറ്റ് കോളർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ഫ്രണ്ട് പോർഷൻ ഒന്നിൽ നമുക്ക് നിവർത്തിയിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അതിന് മുന്നേ വേണമെങ്കിൽ കേപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയി. അതിന് ശേഷമാണ് ഞാൻ കേപ്പിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ കേപ്പിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇട്ടിരുന്ന പോലെ അതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ആ കേപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലെങ്ത്ത് കട്ട് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കേപ്പിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് ഓപ്പണിങ് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് സെൻറ്റർ പോർഷൻ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എത്രയാണ് നമുക്ക് നെക്കിൻ്റെ റൗണ്ട് കിട്ടുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് 2ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ എത്രയാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കിയാൽ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് 9 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോളറിൻ്റെ ഒരു റൗണ്ട് വരുന്നത് 18 ഇഞ്ചാണ്. ഇനി നമുക്കൊരു ക്യാൻവാസ് ഫേസിങ് പേപ്പർ എടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമ്മൾ 8 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ആ 2.5 ഇഞ്ചും കൂടി നമ്മളൊന്ന് താഴോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴോട്ട് ആ 8 ഇഞ്ചിൽ നിന്ന് താഴോട്ട് നമ്മളൊരു 2.5 ഇഞ്ച് താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ കാണാം. സെൻറ്റർ പോർഷൻ കണ്ടിട്ട് 4 അല്ലെങ്കിൽ ഒരു 3.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ച അങ്ങോട്ടേക്ക് ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് വിഡ്ത്ത് കോളറിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ കോളറിൻ്റെ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. നമ്മൾക്ക് ആ ഒരു 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരച്ചു കൊടുത്തിട്ട് വേണം കോളർ ഫിനിഷ് ആക്കാൻ. അല്ലെങ്കിൽ നമുക്കിത് കുറവായി പോയാൽ പിന്നീട് ചേർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് തന്നെ കുറച്ച് നീട്ടി വരച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോളറിൻ്റെ ഫേസിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫാബ്രിക്കിലേക്കായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നോർമലി കോളറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്ത് എടുക്കുക. 2 മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ ഫേസ് ടു ഫേസ് വയ്ക്കുക. അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് 2നും ലൈനിങ് ക്ലോത്തും വെച്ച് കൊടുത്തിട്ട് ഒരു ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ ഈ ഒരു ഫേസിങ് അയൺ ചെയ്തെടുക്കുന്നത്. അയൺ ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇതാ ഇപ്പം നമ്മൾ ഇതേന ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക് കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഈ 4 ഫാബ്രിക്കിലും കൊള്ളുന്ന രീതിയിൽ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ മുകളിലെ വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഷേപ്പുള്ള ആ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് കറക്റ്റ് അളവിന് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടിഭാഗത്തും അതുപോലെ തന്നെ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് നമ്മളൊന്ന് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലായിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് ഒരു സൈഡിൽ നമുക്ക് ഗമ്മ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫേസിങ് പേപ്പർ ഉള്ള സൈഡാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കായിട്ട് അത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഗമ്മ തേച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളറിൻ്റെ പരിപാടി അവസാനിച്ചു. ഇനി നമുക്കത് നെക്കിൻ്റെ കട്ട് ചെയ്തതിലേക്കായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ പുറത്തുനിന്നുള്ള കുറച്ച് കാറ്റൊക്കെ കൂടുതലായതുകൊണ്ട് ആ ഒരു സൗണ്ടൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഓഫായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര ബഹളമാണ്. അപ്പോൾ മുകളിലാണ് ഇപ്പോൾ ഇരിക്കണത്. അപ്പോൾ ഈ ഒരു കാറ്റും നോയ്സും പുറത്തുനിന്നുള്ള കുറേ സൗണ്ടൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഫ്രണ്ടിലായിട്ട് ഓപ്പണിങ് കൊടുത്ത ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ ഒന്ന് കണ്ടിട്ട് റോങ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു കോളറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള അതെടുത്തിട്ട് വെച്ച് കൊടുക്കുന്നത്. റോങ് സൈഡിൽ നിന്ന് നമ്മൾ നല്ല വശത്തേക്കാണ് ഈ കോളറിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നോർമലി നമ്മൾ കോളറൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നെക്കിൻ്റെ പൊസിഷൻ വലിച്ചു പിടിക്കരുത്. ഇത് ഓൾറെഡി നമ്മളൊരു അംബ്രല്ല കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചു പിടിച്ചാൽ നമ്മൾ ഈ കോളർ അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവാതിരിക്കും. ഒന്നുമില്ലെങ്കിൽ അത് കുറഞ്ഞു പോവും. അപ്പോൾ പിന്നെ വീണ്ടും വേറെ ഫാബ്രിക് നോക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് സമാധാനത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് അപ്പുറത്തോട്ടാക്കിയിട്ട് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മളുടെ ചാനൽ ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്നോണം നമ്മളൊരു ഗീവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 3 പാനൽ സൽവാർ സെറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു സെറ്റാണ് നമ്മളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നവരാണ് നമ്മൾ വീഡിയോസ് കാണുന്നത്. ഇനിയിപ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അവർക്ക് അയച്ചു കൊടുക്കും. ഇനിയുള്ള നമ്മളുടെ ഓരോ വീഡിയോസിലും കമൻ്റ് ഇടുന്ന ഓരോരുത്തരുടെ പേരുകളും നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ നമ്മൾ 5K സബ്സ്ക്രൈബർ ആയതിനു ശേഷം ഒരു ദിവസം നമ്മൾ അതിൽ നിന്ന് ലോട്ടിട്ട് ഒരാളെ സെലക്ട് ചെയ്യും. ആ ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ഇനിയുള്ള ഓരോ വീഡിയോസിലും കമൻ്റ് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഈ കേപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ലേസ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. പിന്നെ നമ്മൾ ഒരു 2 ലൂപ്പും 2 ബട്ടൺസും കൂടിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ പോർഷനിലായിട്ട്. അപ്പോൾ അതും കൂടി ചെയ്തെടുത്താൽ ഈ കേപ്പിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേപ്പ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗീവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ കമൻറ്റ് ഇടുക. നിങ്ങളാവാം ആരായിരിക്കും നമ്മുടെ വിന്നർ എന്നുള്ളത് എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. താങ്ക് യു.